ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. 328 റിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സൈക്കോളജി NIOSൻ്റെ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ് 13ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ശൈശവം, ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ബാല്യം. ശാരീരികമായ വളർച്ചകൾ നടക്കുന്ന ഏറ്റവും വേഗത്തിൽ നടക്കുന്ന പ്രായമാണ് ശൈശവം എന്നുള്ളത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള സ്കില്ലുകൾ, മോട്ടോർ സ്കില്ലിനെ തന്നെ, മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ്, അനക്കങ്ങൾ സാധ്യമാക്കുന്ന, ചലനം സാധ്യമാക്കുന്ന വളർച്ചകളും വികസനങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടോർ സ്കില്ലിലൂടെ ലഭിക്കുന്നത്. അത് തന്നെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കില്ലും എന്ന് പറഞ്ഞാൽ. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വലിയ മാംസപേശികളുടെ അനക്കമാണ്, ചലനമാണ് സാധ്യമാക്കുന്നത്. അതായത് കൈ, കാല് തുടങ്ങിയ വലിയ മാംസപേശികൾ. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മാംസപേശികൾ, ഉദാഹരണത്തിന് കൈവിരലുകൾ, കണ്ണിൻ്റെ ഇമകൾ, ഇവിടെയൊക്കെയുള്ള മസിൽ മൂവ്മെൻറ്റ്സ് സാധ്യമാക്കുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഈ രണ്ടിൻ്റെയും വികസനം നമ്മൾ കുട്ടികളിൽ ഉണ്ടാകും. ചെറിയ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ചോറ് കൃത്യമായി വാരി കുഴച്ച് വായിലിടാൻ പറ്റുന്നത്, ബട്ടൺസ് ഇടാൻ പറ്റുന്നത്, കൈവിരലുകൾ കൊണ്ട് താക്കോലിട്ട് തുറക്കാൻ പറ്റുന്നതൊക്കെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ശാരീരികമായ വികസനം ഇൻഫൻസിയിൽ ഒരു 2.5 കിലോ വരെ വെയിറ്റ്, 13 to 18 മന്ത്സ് വരെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുക. മൂവ്മെൻറ്റ് കൂടും. പിന്നെയുള്ളത് ഏർലി ചൈൽഡ്ഹുഡ്, അതായത് ആദ്യ ബാല്യം എന്ന് പറയുന്ന ഒരു ഏജ്. 2 വയസ്സിന് മുകളിൽ, 1.5 വയസ്സിന് മുകളിലേക്ക്, പിന്നെ 2 വയസ്സിന് മുകളോട് കൂടി ഏർലി ചൈൽഡ്ഹുഡിലേക്ക് വന്നു. ആ സമയത്ത് കാര്യങ്ങൾ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നത്, വായയിലേക്ക് ഇടാൻ പറ്റുന്നത്, ആ നിയന്ത്രണങ്ങളനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയതൊക്കെ അവിടെ വരും. പിന്നെ മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ്, ലൈക്ക് ശൈശവത്തിൻ്റെ മധ്യം, അവസാനം. അതോടുകൂടി പെട്ടെന്നുള്ള വളർച്ച കുറയും. അതേപോലെ ഓടാനുള്ളത്, സ്കിപ്പ് ചെയ്യാനുള്ളത്, സ്റ്റെപ്പ് കയറാനുള്ളത്, സ്വിമ്മിങ്, സൈക്ലിംഗ് തുടങ്ങിയ സ്കില്ലുകളൊക്കെ ഈ ഒരു ഏജിലാണ് പിക്കപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റുകൾ നടക്കേണ്ടതെന്നുള്ളൊരു ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 6 to 12 മന്ത്സിൽ എന്ത് ചെയ്യണം, 12 to 24 മന്ത്സിൽ എന്ത് നടക്കണം എന്നുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊഗ്നിഷൻ എന്നുള്ളത് ചിന്തയും അതേപോലെ മനസ്സിലാക്കലുമായി ബന്ധപ്പെട്ടിട്ട്. കുട്ടികൾ ചിരിക്കുകയും അതേപോലെ തന്നെ കൊച്ചു വാക്കുകൾ, മാ, ബാ തുടങ്ങിയ വാക്കുകളൊക്കെ ഉച്ചരിച്ച് തുടങ്ങുകയും ഒക്കെ 12 മാസം മുമ്പ് നടക്കണം. 12ന് ശേഷം ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ 2 മുതൽ 4 വരെ വാക്കുകളുള്ള ചെറിയ ഫ്രേസുകൾ പറഞ്ഞു തുടങ്ങും. പുസ്തകം വായിക്കാനുള്ളതാണ്, ചിത്രം നോക്കാനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ചിത്രങ്ങളിൽ നിന്ന് വാക്കുകൾ പറഞ്ഞു തുടങ്ങാനും പറ്റും. പിന്നെ നമ്മളുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ അഡൽട്ട് ആവാനുള്ള പരിശീലനം നടക്കുക എന്നുള്ളത്. അവിടെ ചെറിയ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, പോകാൻ പറഞ്ഞാൽ പോവുക, വരാൻ പറഞ്ഞാൽ വരാ, കണ്ണുകളിലേക്ക് നോക്കുക, നമ്മൾ കണ്ണുകളിൽ നിൽക്കുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക, ഇതൊക്കെ നടക്കും 6 to 12 മന്ത്സിൽ. ഇനി 12 to 24 ആകുമ്പോൾ ചിരിക്കാൻ തുടങ്ങും, അതേപോലെ സംസാരിക്കാൻ തുടങ്ങും, അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമീപം ഉറങ്ങാണെന്ന് പറഞ്ഞാൽ കിടക്കുക, കണ്ണടക്കുക, ചിരിഞ്ഞു കിടക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ 24 മന്ത്സിൻ്റെ ഇടയിൽ. ബുദ്ധിപരമായ വളർച്ച ഇവിടെ നടക്കണം. പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന് അസിമിലേഷൻ, പുതുതായി കിട്ടുന്ന ഇൻഫർമേഷൻസ് നിലവിലുള്ള അറിവിനോട് ചേർത്ത് വെക്കുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയാം. അത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പഴയ കാര്യത്തോട് ചേർത്ത് വെക്കുന്നു. അക്കോമഡേഷൻ, പുതിയ കാര്യങ്ങൾ നമ്മൾ പഴയ ശീലങ്ങളിൽ നിന്ന് മാറിയിട്ട് പുതിയ ശീലങ്ങൾ പരിശീലിക്കാനും പുതിയ കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റുന്നതിനാണ് അക്കോമഡേഷൻ എന്ന് പറയാം. കുട്ടികൾ ഓർഗനൈസ് ചെയ്യും, സാധനങ്ങളെല്ലാം അടുക്കി വെക്കുക, കൃത്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ നിന്ന്, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് കുട്ടികൾ മൂവ് ചെയ്യുന്നതാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വേറൊരു സ്റ്റേജാണ് സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്ന 3 സ്റ്റൈലിലുള്ള ഡെവലപ്മെൻറ്റ്. 2 years വരെയാണ് നമ്മൾ സെൻസറി മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. പ്രീ ഓപ്പറേഷണൽ എന്ന് പറയുന്നത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻ്റ് ആണ്. 7 to 11 ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ. അവിടെ സംസാരങ്ങൾ മുതിർന്നവരെ പോലെ ആവുന്നു, കാര്യങ്ങൾ കൃത്യമായി വ്യതിരിക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്വാണ്ടിറ്റേറ്റീവ് ലൈക്ക് ഡയമെൻഷൻസ്, എണ്ണം, കണക്ക് തുടങ്ങിയതൊക്കെ വരുന്നതിന് നമ്മൾ സീരിയേഷൻ എന്ന് പറയും.
ഒരു കുട്ടികളുടെ ചിന്തകൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത് ഈഗോ സെൻട്രലിസം, അതായത് നമ്മൾ നമ്മളുടേത് എൻ്റേത് എന്ന രീതിയിലുള്ളൊരു പെർസ്പെക്റ്റീവ് വരുന്നു. അനീമിസം, ഈ ജീവികൾ അതേപോലെ ജീവനില്ലാത്ത വസ്തുക്കൾ തമ്മിൽ മനസ്സിലാക്കാനും അതിനെ കൊണ്ട് ഈ ടോയ്സിനെയൊക്കെ കൊണ്ട് കളിക്കാനൊക്കെ പറ്റുന്നൊരിത്. സെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റുക. ലാക്ക് ഓഫ് കൺസർവേഷൻ, ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മാറ്റില്ല എന്നുള്ള ഒരു മനസ്സിലാക്കൽ. പിന്നെ അതേപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. സെൻസറി മോട്ടോർ സ്റ്റേജിൽ കരയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഏർലി ചൈൽഡ്ഹുഡിൽ സംസാരങ്ങൾ, വാക്കുകൾ ഉപയോഗിക്കും. മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് കുറച്ചും കൂടി കോംപ്ലക്സ് ആകും. കാര്യങ്ങൾ ചിലപ്പോൾ വിഷമമൊന്നും പറയാതിരിക്കും, മനസ്സിലാക്കി ചെയ്യുന്ന രീതിയൊക്കെ ഡെവലപ്മെൻറ്റ് വരും. ഈ രീതിയിലാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റിലുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വ്യത്യസ്തമായ വിഷയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ വികസനങ്ങൾ വരുന്നത്. എങ്ങനെയാണ് കുട്ടികളെ വളർത്തക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ്? ഒന്ന്, ടോയ്ലറ്റ് ട്രെയിനിങ്, കുട്ടികളെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക. ഓട്ടോണമി ആൻഡ് ഇനിഷ്യേറ്റീവ്സ്, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനം നടത്തുക. സ്കൂൾ റെഡിനെസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ വളർച്ചയുടെ ഫൈനൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് ശൈശവത്തിൻ്റെ അവസാനത്തോടു കൂടി പൂർത്തീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.